ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിസുതവരനായ ജിൻസന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം. അവിടെ സി വി അനുമോദുണ്ട്. അനുമോദ്, ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ടോ? ഭവ്യ, ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. നമ്മളുള്ള ഈ ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആളുകളൊക്കെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം സമയം ഇവിടെ അദ്ദേഹത്തിന് മൃതദേഹം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങ് അടുത്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അല്ലേ? ഞാൻ മേഖലാ പ്രസിഡന്റ് ഡിവൈഎഫ്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ? ഇവിടെ 1 മണിക്കൂറാണ് മുമ്പ് സമയം പറഞ്ഞേക്കുന്നത്. 1 മണിക്കൂർ ഇപ്പോൾ 1 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ട് 2 മണി വരെയാണ് ഇവിടെ പൊതുദർശനം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ നിന്ന് ചടങ്ങുകൾ കഴിഞ്ഞിട്ട്, പ്രാർത്ഥന ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് എടുക്കാനുള്ള തീരുമാനത്തിലായിരിക്കും. പൊതുദർശനത്തിനുള്ള അവസരം വീട്ടിൽ പൊതുദർശനമായിട്ടില്ല, ഒരു റിലേറ്റീവ്സും കാര്യങ്ങളെല്ലാവരും പിന്നെ വരുന്നവർ കണ്ടിട്ട് അങ്ങനെ പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3:30 ഏകദേശം തീരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മുമ്പേ പരിചയമുള്ള സുഹൃത്തല്ലേ? ഞങ്ങളുടെ സുഹൃത്തും കൂടിയാണ്. അവന്റെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ സുഹൃത്താണ്. പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ ദുരന്തമാണ്. ശ്രുതിന്റെ അവസ്ഥയാണ്. നമുക്ക് ഇന്നലെ ശ്രുതിനെ വിംസിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവളുടെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. അവിടെയുള്ള എല്ലാവരും കരയുകയായിരുന്നു. കരച്ച് വല്ലാത്തൊരു ദുരന്തമായി പോയല്ലോ. ദുരന്തത്തിന് മേലൊരു ദുരന്തമായി പോയി. നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? ശ്രുതി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഫാദർലവനെ വിളിച്ചിരുന്നത് പറഞ്ഞത്. അപ്പുവിന്റെ പപ്പേനെ വിളിച്ചിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷന് കയറ്റിയേക്കെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത്. മരിച്ചൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ ഉൾക്കൊണ്ട് പോയാലേ പറ്റുള്ളൂ. ആ ഒരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും അധികം ആളുകളെല്ലാം കൂടെ നിന്നത് ശ്രുതിയുടെയും ജെൻസന്റെയും കൂടിയായിരുന്നു. കാരണം എല്ലാവരും പോയ ശ്രുതിക്ക് ഇനി ജെൻസൺ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. ആ വാർത്തകൾക്കൊക്കെ നമ്മൾ താഴെ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലിയൊരു വേദനയാണ് ഈ ഒരു ദുരന്തം തരുന്നത്. എങ്ങനെയാണ് ഇനി നിങ്ങളെങ്ങനെയാണ് ആ കുടുംബത്തിനൊപ്പം നിൽക്കുക? എങ്ങനെയാണ് ഞങ്ങളിപ്പോൾ എന്തായാലും ശ്രുതി ഇത് ഉൾക്കൊണ്ട് പോയേ മതിയാവുള്ളൂ. കാരണം ഇനിയിപ്പോൾ അവളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇനി അവൾക്ക് വേറെ ആരില്ലല്ലോ. ഈ ശ്രുതിനെ ഇങ്ങനെ കൊണ്ടുവന്നത് ജെൻസൺ തന്നെയാണ്. ജെൻസന്റെ ഒരു പിന്തുണ പ്രകാരമാണ് വന്നതും കാര്യങ്ങളൊക്കെ ഈ ദുരന്തത്തിൽ നിന്ന് വന്നത്. ഇപ്പോൾ ഒരു ദുരന്തത്തിന് മേലൊരു ദുരന്തമായി വന്ന് എന്തായാലും തീരെ നഷ്ടമായി. ഞങ്ങളുടെ നാടിനും കൂട്ടുകാർക്കൊക്കെ വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. ഒപ്പമുണ്ടെന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റൂ. ഞങ്ങൾക്ക് ജെൻസന്റെ സുഹൃത്തുക്കളല്ലേ? അതെ, ജെൻസന്റെ സുഹൃത്തുക്കൾ തന്നെ. പിന്നെ നമ്മുടെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു. നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു. നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നൊരു വ്യക്തി തന്നെയായിരുന്നു ജെൻസൺ. അപ്പോൾ എൻ്റെ ആകസ്മികമായൊരു വിയോഗത്തിൽ വളരെ സങ്കടമുണ്ട്. ഇതൊരു വലിയ ഒരു വിഷമം തന്നെ, എല്ലാവർക്കും നല്ല രീതിയിൽ വിഷമമായൊരു കാര്യമാണത്. മുൻപ് കാണുക, സംസാരിക്കുക, അടുത്ത ദിവസങ്ങളിൽ കാണുക? ഇല്ല, അടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടില്ല. ജെൻസനെ ഇവിടെ അങ്ങനെ പെട്ടെന്ന് കുറച്ചു കാലമായിട്ട് ഇവിടെ അങ്ങനെ കാണാറില്ല. താമസം ഇവിടെ തന്നെയാണെങ്കിലും നമ്മൾ കുറേ ആയി കണ്ടിട്ട്. പിന്നെ അല്ലാണ്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. പിന്നെ ഇനിയുള്ള ശ്രുതിയുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഭയങ്കര ഒരു കഷ്ടപ്പാട്. എന്ത് ചെയ്യുമെന്ന് ഇന്നലെ ഞങ്ങൾ വിംസ് ഹോസ്പിറ്റലിൽ രാത്രി വരെ ഉണ്ടായിരുന്നു. രാത്രി കൊണ്ടുവന്ന് കാണിച്ചിരുന്നു ശ്രുതിനെ. അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. നിലവിലിപ്പോൾ ജെൻസൺ മരിച്ചതായിട്ട് ശ്രുതിക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഫാദർ ഇൻ ലോനെ വിളിച്ചിരുന്നു. ശ്രുതി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മരിച്ചതായിട്ട് ഇപ്പം നിലവിൽ അറിയില്ല. ചികിത്സയിലാണെന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് തന്നെ അവിടെ നിന്ന് ജെൻസനെ കാണിച്ചിട്ട് പുറത്തിറങ്ങിയതും ആംബുലൻസിൽ കയറ്റിയതും BP കൂടി, ബ്രീത്ത് കിട്ടാണ്ട്, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വിംസിൽ തന്നെ കാണിച്ച് പിന്നെ നോർമൽ ആയതിനു ശേഷമാണ് കൽപ്പറ്റ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ ആ സമയത്തൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയ എന്തോ ഉണ്ടോ? ശ്രുതിന്റെ ഓപ്പറേഷൻ ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു സർജറിയും കൂടെ ഉണ്ട്. കാലിന് പൊട്ടലുണ്ട്. അപ്പോൾ അത് കമ്പി ഇട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് 10 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഒരു സർജറിയും കൂടെ ഉണ്ട്. നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെ ഈ ഒരു ദുരന്തം ആ കുട്ടിയെ അറിയിക്കുന്നുള്ള, അത് എല്ലാവരുടെയും മുന്നിൽ ചോദിച്ചതിനായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ആകസ്മികമായ ഒരു വിയോഗം എങ്ങനെയാ കുട്ടീനെ അറിയിക്കുമെന്ന് എല്ലാവർക്കും മുന്നിലൊരു ചോദ്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെയാ കുട്ടിയോട് എന്ത് പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കും എന്നതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എന്താണ് ആ കുട്ടീനോട് പറയാന്ന് പോലും ഇവിടെ ഉള്ളവർക്കൊരു ഐഡിയയും ഇല്ല. പോയപ്പോൾ ജെൻസൺ ഉണ്ടെന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അതെ, ജെൻസൺ ഉണ്ടെന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അച്ഛനമ്മ ഉരുൾപൊട്ടല കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട് ആകെ ഒരു ആശ്രയം എന്ന് പറയാനുണ്ടായിരുന്നത് ജെൻസൺ തന്നെയായിരുന്നു. അപ്പോൾ ജെൻസന്റെ ഈ ഒരു വിയോഗം
എങ്ങനെ ആ കുട്ടി ഉൾക്കൊള്ളുമെന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലേ? അത് മാത്രമേ നമുക്ക് എല്ലാം ത്യജിക്കാനുള്ളൊരു കരുത്ത് ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെ മുഖത്തും നമുക്ക് ഇതിൻ്റെ ഒരു ദുഃഖം കാണാൻ കഴിയും. കാരണം അത്രമാത്രം വേദനയാണ് നമുക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ എത്തിച്ചേർന്നവരൊക്കെ ജെൻസനെ പരിചയമുള്ളവരും സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ ഈ ഒരു ദുരന്ത വാർത്ത കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തിയവരും ഒക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഈ ഒരു വേദന എങ്ങനെ ഈ ഒരു മരണവാർത്ത ശ്രുതിയെ അറിയിക്കും, ശ്രുതിയുടെ അതിജീവനം എങ്ങനെയാകും, ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള കരുത്ത് ആ പെൺകുട്ടിക്കുണ്ടാകുമോ, നമ്മളെങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കുമെന്നൊക്കെ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. എല്ലാവർക്കും അത്രമാത്രം വേദന നൽകിയ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും കരകയറുകയാണ് ഈ നാട്. ആ ഒരു ദുരന്തത്തിൽ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ ദുരന്തത്തെ അതിജീവിച്ചവരിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്ന് ആ ശ്രുതിയായിരുന്നു. ശ്രുതിയുടെ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടമായ അതിജീവനത്തിൻ്റെ പാതയിൽ ജെൻസന്റെ കൈപിടിച്ച് മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങിയ ശ്രുതിയായിരുന്നു. ആ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയ ശ്രദ്ധാകേന്ദ്രം. അവരുടെ പ്രണയം അതിന് പിന്തുണ നൽകിയും ഒപ്പവും ഈ ലോകവും എല്ലാവരും നിന്നതാണ്. അങ്ങനെ എല്ലാം ഒരു തരത്തിൽ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന പ്രതീക്ഷകളൊക്കെ നമ്മൾ പങ്കുവെക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ദുർവിധി ആ കുട്ടിക്ക് വീണ്ടും നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇത്രമാത്രം വലിയ ആഘാതമാണിതെന്ന് നമുക്ക് പറയാനാകില്ല. ഇവിടൊക്കെ ചേച്ചിമാരൊക്കെ ഇവിടെ ഉള്ളവരാണോ നിങ്ങളൊക്കെ? ജെൻസനെ പരിചയമുള്ളവരാണോ നിങ്ങളൊക്കെ? അതെ അതെ, ഞങ്ങളുടെ മോനാണ് അവൻ. എന്നും രാവിലെ അവൻ പോകുന്നത് കാണുന്ന ആളാണ്. ഞങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ അവൻ പോകാറുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര ഒരു നഷ്ടമാണ് അവൻ്റെ. ശ്രുതിനെയും പരിചയമില്ലേ നിങ്ങൾക്ക്? ജെൻസന്റെ ആ ഉണ്ട്, എല്ലാവരും ശ്രുതിനെ കണ്ടു പരിചയമുള്ളൂ, അടുത്ത പരിചയമില്ല. ഞങ്ങൾക്കൊക്കെ ശ്രുതിയുടെ ആ ദുരന്തത്തിൽ നിന്ന് കരകയറുമ്പോൾ ജെൻസന്റെ ഒരു കൈപിടിച്ചാണ് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കെല്ലാം വലിയ ആശ്വാസം നൽകിയതായിരുന്നു. ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഇനി ജെൻസൺ ഉണ്ടല്ലോ. പക്ഷെ ഇതിപ്പോൾ എല്ലാവരും ഉള്ളു പൊട്ടുന്ന ഒരു വേദനയാണ്. ഇതിനോടൊക്കെ ചോദിക്കുന്നത് തന്നെ വിഷമിച്ചുകൊണ്ടാണ്. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. വിഷമം എന്ന് പറഞ്ഞാൽ സ്വന്തം മോൻ മരിച്ച ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളും കടന്നു പോകുന്നത്. നമ്മളവിടെ ഒരു കുടുംബത്തിലൊരു സംഭവം നടന്നത് എങ്ങനെ അതേപോലെയാണ്. തൊട്ടടുത്ത വീടാണ്. ആ ഒരു അവസ്ഥ അംഗീകരിക്കാൻ ഇപ്പോഴും മനസ്സിനെ അങ്ങോട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ശ്രുതി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. വീടെടുത്ത് തന്നെയാണ്. ആ, എൻ്റെ മോളെ വീട് തൊട്ടടുത്താ. അവരുടെ വീടിന് തൊട്ടടുത്താ മോളെ വീട്. അവനെയൊക്കെ കുഞ്ഞുനാളിൽ മുതലേ കാണുന്നതാണ്. ഭയങ്കര ഒരു വിഷമം. നമ്മള് മക്കള് പോയ മാതിരി തന്നെയാണ്, മക്കളെ മാതിരി തന്നെയാണ്. അപകടം ഉണ്ടായപ്പോൾ മുതൽ പ്രാർത്ഥിക്കുകയാണ് ഒന്നും സംഭവിക്കാതെ. അതെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ ആത്മാവിന് വേണ്ടി, ആ ശ്രുതി എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇനിയാണ് ശരിക്കും നമ്മൾ സമൂഹത്തിന്റെ ഒരു വലിയൊരു കടമ ശ്രുതിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. വലിയൊരു ദുരന്തമാണ് ഞങ്ങൾക്ക്. ഉരുൾപൊട്ടലെ കഴിഞ്ഞും ഭയങ്കര ഒരു ദുരന്തമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അടുത്തുള്ളത് തന്നെയാണ്. അവർക്ക് ഇനി ഒരു ദൈവം ഒരു ശക്തി കൊടുക്കട്ടെ. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവരൊക്കെ ഇത്രമാത്രം ദുഃഖം കടിച്ചമർത്തി നിൽക്കുന്നവരാണ്. അവരോട് നമ്മൾ കൂടുതൽ ചോദിക്കുന്നതിൽ തന്നെ വേദനയുണ്ട്. നമ്മോടൊപ്പം ഡിവൈഎഫ്ഐ സുഹൃത്തുക്കൾ ചേരുന്നുണ്ട്. ജെൻസൺ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ അംഗമായിരുന്നല്ലോ അല്ലേ? ജെൻസൺ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഇവിടെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗം എന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഡിവൈഎഫ്ഐയുടെ പരിപാടികൾക്കകത്തൊക്കെ സജീവമായി നിന്നിരുന്ന ആൾ തന്നെയായിരുന്നു. അറിയാം, ഈ ജെൻസന്റെ ജീവിതവും ശ്രുതിയുടെ ജീവിതമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇങ്ങനൊരു ദുർവിധി നമ്മൾ ആരും എവിടെയും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ഒട്ടും തീരെ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിരുന്നു. നിലവിൽ കുട്ടിയുടെ തന്നെ പറയുകയാണെങ്കിൽ രക്ഷിതാക്കൾ മരിച്ചു, അതോടൊപ്പം തന്നെ സഹോദരി ഉണ്ടായിരുന്നു, മരണപ്പെട്ടു. അതിലേക പ്രതീക്ഷ എന്നുണ്ടായിരുന്നത് ജെൻസനായിരുന്നു. ജെൻസൺ ഇതിനു മുൻപ് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ജെൻസൺ എല്ലാ സാഹചര്യത്തിലും അവരോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നെല്ലാം പറഞ്ഞ് അവരുടെ അവസാനത്തെ പ്രതീക്ഷ ജെൻസനായിരുന്നു. അതുകൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ്.
സമാനതകളില്ലാത്തൊരു ദുരന്തമാണ്. ഇപ്പോൾ ചൂരൽമലയിൽ ഇങ്ങനൊരു വിഷയത്തെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ തന്നെ എങ്ങനെ പറയണമെന്ന് അറിയില്ല. വലിയൊരു പ്രതിസന്ധിയാണ്. ഇത് നമ്മളൊക്കെ ഇനി നേരിടുന്ന ചോദ്യം, ശ്രുതിയെ എങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ ഇനി അവർക്കൊരു ജോലി എന്നുള്ള രൂപത്തിലൊക്കെ പരിഗണിക്കുമ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തിനകത്ത് ഞങ്ങളാൽ കഴിയുന്നത്, സംഘടന എന്നുള്ള രൂപത്തിനകത്ത് കഴിയുന്ന രൂപത്തിനകത്തേക്ക് എന്താണോ ചെയ്യേണ്ടത് ആ എല്ലാ അർത്ഥത്തിലും ഡിവൈഎഫ്ഐ എന്നുള്ള രൂപത്തിൽ കൂടെ നിന്ന് ചെയ്തു കൊടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഘട്ടത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആശംസിക്കാൻ കഴിയില്ല, പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ നമുക്ക്. എന്താണെങ്കിലും നമ്മൾ ഈ ജെൻസന്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. നിങ്ങൾക്കൊക്കെ ജെൻസനെ കുറിച്ച് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടോ? ഒരുമിച്ചുണ്ടായിരുന്നോ നിങ്ങൾ? ഇത് കേട്ടറിഞ്ഞ് അല്ലേ കൊണ്ടുവന്നാണ് അവസാനമായിട്ടൊന്ന് കാണാം അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. കൂടുതൽ ആളുകൾ ഈ ഒരു ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതുവഴി ആളുകൾ അദ്ദേഹത്തെ കണ്ട് തിരിച്ചിറങ്ങുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് ജെൻസന്റെ വീടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മറ്റും ഒക്കെ വീട്ടിലാണുള്ളത്. അപ്പോൾ 1 മണിക്കൂറോളം വീട്ടിലും ഈ ഒരു പൊതുദർശനവും മറ്റ് അന്ത്യകർമ്മങ്ങൾ ചടങ്ങുകളൊക്കെ ഉണ്ടാകും. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോവുക. എന്നാണെങ്കിലും ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് ഈ നാട്ടിൽ. നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തെ ഈ ഒരു നാട് നേരിടുന്നത് എന്ന്. പലർക്കും ഈ ഒരു സാഹചര്യം ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ജെൻസന്റെ വിയോഗം, ചൂരൽമലയിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആ ദുരന്തം, അതിൻ്റെ ഒരു വേദനയിൽ നിന്നും കരകയറുമ്പോൾ അതിനേക്കാൾ വേദന നൽകുന്ന തരത്തിലേക്ക് ഈ ഒരു ജെൻസന്റെ വിയോഗം. നേരിട്ട് പരിചയമില്ല ശ്രുതിയെയും ജെയ്സനെയൊന്നും. പക്ഷേ വേണ്ടപ്പെട്ട ആരോ ഒരാൾ നഷ്ടമായതുപോലെ ഉള്ളിലൊരു വിങ്ങലാണ്. എന്ത് പറയണമെന്ന് പോലും ഓർമ്മയില്ല. കാരണം മനസ്സടക്കം കൈവിട്ടു പോകുന്നു. ചിന്ത മുഴുവൻ ശ്രുതിയെക്കുറിച്ചാണ്. ആ പെൺകുട്ടിക്ക് കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇതും ആ പെൺകുട്ടിക്ക് അതിജീവിക്കാൻ സാധിക്കണം. നമ്മളും ആ സാഹചര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പോലും എങ്ങനെ ആ പെൺകുട്ടിയെ ഈ ഒരു മരണവിവരം അറിയിക്കുമെന്നുള്ളൊരു ആശങ്ക, ഒരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. എന്തായാലും അവൾക്കതും അതിജീവിക്കാൻ സാധിക്കട്ടെ. ഇടവേള.